NIA മുൻ SP ശ്രീ രാജ്മോഹൻ നമുക്കൊപ്പം ഉണ്ട്. ശ്രീ രാജ്മോഹൻ, വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ്. അതിൻ്റെ കാര്യങ്ങളൊക്കെ കൂടുതൽ വിശദമായി പുറത്തു വരുന്നുള്ളൂ. പക്ഷേ ഏറെക്കാലം നീണ്ടു നിൽക്കുന്നൊരു നിയമ പോരാട്ടം കൂടിയായിരിക്കും ഇതെന്നാണ് നേരത്തെ ശ്രീ TP ശ്രീനിവാസൻ സൂചിപ്പിച്ചത്. എങ്ങനെയാണ് അങ്ങ് NIAയുടെ ഈ കാര്യം, ഇപ്പോൾ NIA അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ എടുത്ത നടപടികളിലേക്കൊക്കെ എങ്ങനെ പോകാൻ സാധ്യത, ആ കേസിൻ്റെ പൂർണ്ണതയിലേക്ക് അതിൻ്റെ പിന്നിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എന്നതൊരു വ്യക്തമായ ചിത്രം ഈ റാണയിലൂടെ നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം അല്ലേ? തീർച്ചയായിട്ടും. കാരണം NIA ഈ കേസ് അന്വേഷണം നടത്തിയിട്ട്, കാരണം ആ കേസ് അന്വേഷണത്തിൽ പെട്ട മെമ്പർ ആയിരുന്നു ഞാൻ. അപ്പോൾ ഈ കേസ് അന്വേഷണം നടത്തിയിട്ട് ഈ കേസ് ചാർജ് ഷീറ്റ് ചെയ്തിട്ടുണ്ട് 9ഓളം ആളുടെ പേരിൽ. അക്യൂസ് നമ്പർ 1 ആണ് ഹെഡ്ലി, നമ്പർ 2 ആണ് തഹാവൂർ റാന. ബാക്കി 5ഓളം അക്യൂസ്ഡ് LETയുടെ, അതായത് ലഷ്കർ-e-തോയ്ബയുടെ ബാക്കി അവിടുത്തെ പാകിസ്ഥാനിലുള്ള സീനിയറായ നേതാക്കന്മാരാണ്. പിന്നെ ഉള്ളത് 2 ISI ഓഫീസേഴ്സാണ്. അത് ഇങ്ങനെ ഈ 9 ആളെ പേരിൽ ഓൾറെഡി ചാർജ് ഷീറ്റ് ചെയ്തൊരു കേസാണിത്. അതിൽ ആദ്യമായിട്ടാണ് ഹെഡ്ലിയെ നേരിട്ട് ചോദ്യം ചെയ്തിട്ടുണ്ട്. നമ്മുടെ NIA ഓഫീസർമാർ അമേരിക്കയിൽ പോയിട്ട് USA പോയിട്ട് അവിടുന്ന് ചോദ്യം ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇത് ഈ വേറൊരു അക്യൂസിന്, ഇപ്പൊ രണ്ടാമതൊരു അക്യൂസിനെ കൈ കിട്ടുകയാണ് എന്ന് മാത്രമല്ല, ആദ്യമായിട്ടാണ് നമ്മൾ അറസ്റ്റ് രേഖപ്പെടുത്തി ഫിസിക്കലായിട്ട് അയാളെ ഇൻട്രോഗേറ്റ് ചെയ്യാൻ പോവാണ്. ആ ഇൻട്രോഗേഷൻ വളരെ വളരെ വൈറ്റലാണ്. കാരണം ഈ അക്യൂസിനെതിരായിട്ട് ഒരുപാട് എവിഡൻസുകൾ നമ്മുടെ കയ്യിലുണ്ട്. ഓൾറെഡി വി ഗോട്ട് എ ലോട്ട് ഓഫ് എവിഡൻസ്. അപ്പൊ ആ എവിഡൻസിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് സ്പെസിഫിക്കായി പറയാൻ പറ്റുന്നത്, പാകിസ്ഥാൻ മാത്രമാണ് ഈ മുംബൈ ബ്ലാസ്റ്റിന്റെ എല്ലാ ഏർപ്പാടുകളും, എല്ലാ കോൺസ്പിറസിയും, എല്ലാ കാര്യങ്ങളും, എല്ലാ സപ്പോർട്ട്സ് എല്ലാം ചെയ്തത് പാകിസ്ഥാനാണ്. പാകിസ്ഥാൻ ഇന്ത്യയെ നശിപ്പിക്കാൻ വേണ്ടി ടെറർ സ്പ്രെഡ് ചെയ്യുന്ന ഒരു രാജ്യമാണെന്ന് നമുക്ക് വരുത്തി തീർക്കാൻ നമ്മുടെ കയ്യിൽ ഒരുപാട് എവിഡൻസ് ഇപ്പോഴുണ്ട്. ആ എവിഡൻസ് കൂടുതൽ ഫലപ്രദമായ തരത്തിൽ, കൂടുതൽ ബലപ്പെടുത്തുന്ന തരത്തിൽ ഇനിയും എവിഡൻസുകൾ ഈ തഹാവൂർ റാണയെ പേഴ്സണലായിട്ട് ഇൻട്രോഗേറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും NIA കിട്ടും എന്നാണ് ഞാനൊക്കെ കരുതുന്നത്. അപ്പം അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പുതിയ ഇൻഫർമേഷൻസും കണ്ടെത്താനുണ്ട്. അപ്പം ആദ്യമായിട്ടാണ് ഒരു അക്യൂസ്ഡിനെ ഇന്ത്യൻ മണ്ണിൽ വെച്ചിട്ട് ഈ കേസുമായി ബന്ധപ്പെട്ട്, അതായത് മുംബൈ അറ്റാക്ക് കോൺസ്പിറസി കേസാണിത്. ഈ മുംബൈ അറ്റാക്ക് കോൺസ്പിറസി കേസിൽ NIAക്ക് ആദ്യമായിട്ടാണ് ഫിസിക്കലായിട്ട് അറസ്റ്റ് ചെയ്ത് നമുക്ക് ഇൻട്രോഗേറ്റ് ചെയ്യാൻ വേണ്ടി കിട്ടുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഒരുപാട് തെളിവുകളും ഒരുപാട് ഇനി ലൂപ്പ് ഹോൾസ് വല്ലതും ബാക്കിയുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് നമുക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇവിടെ പല 2008 കാലഘട്ടങ്ങളിലൊക്കെ ഈ തഹാവൂർ റാന ഇന്ത്യയിൽ വന്നും പോയിട്ടുണ്ട്. അദ്ദേഹം ഇവിടെ ഒരു ഇമിഗ്രേഷൻ ഓഫീസ് തുറന്നിട്ടുണ്ട്. ആ ഇമിഗ്രേഷൻ ഓഫീസ് മുംബൈയിലത്തെ താർദേവ് എന്ന സ്ഥലത്താണ് ഉണ്ടായിരുന്നത്. ആ ഓഫീസിൽ ഒരു എംപ്ലോയി ആയിട്ടാണ് ഹെഡ്ലിയെ കാണിച്ചിരിക്കുന്നത്. അന്ന് ഇന്ത്യയിലുള്ള എല്ലാ ഫൈനാൻസും, അയാളുടെ ട്രാവലിംഗ് ഡീറ്റെയിൽസും, ഈ ട്രാവൽ ടിക്കറ്റ്സും, ഒരുപാട് കാര്യങ്ങളിൽ വ്യക്തത വരുത്താനുള്ളതാണ്. എന്തായാലും അങ്ങ് പറഞ്ഞ പോലെ ആദ്യമായിട്ടാണ് ഫിസിക്കലി ഇൻട്രോഗേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം NIAക്ക് കിട്ടുന്നത്. അതിവേഗത്തിൽ അതിൻ്റെ എന്തൊക്കെയാണ് മിസ്സിംഗ് ലിങ്ക്സ് ഉള്ളത് അതെല്ലാം പൂരിപ്പിക്കാൻ തഹാവൂർ റാണയിലൂടെ കഴിയട്ടെ എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുക.